വയനാട് മാനന്തവാടി 5-ാം മൈലിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറി പനമരം പോലീസ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകും. ഒരു സംഘം വിദ്യാർത്ഥികൾ കെട്ടിടത്തിന്റെ കോണിപ്പടിയിലിട്ട് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. വിവരങ്ങളുമായി വയനാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ. ലക്ഷ്മി പത്മ, ഈ 5-ാം മൈൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. ഒരു വിദ്യാർത്ഥി മാത്രമാണ് മറ്റൊരു സ്കൂളിലുള്ളത്. ബാക്കി മറ്റെല്ലാ വിദ്യാർത്ഥികളും, ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ മർദ്ദിച്ച വിദ്യാർത്ഥികളും എല്ലാം ഈ 5-ാം മൈലിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ 5-ാം മൈലിലെ സ്കൂളിൽ ചില ഗ്യാങ്, അതായത് പരസ്പരമുള്ള ഗ്യാങ്ങുകളായി തിരിഞ്ഞുള്ള ചില സംഘർഷങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഈ ഒരു ആക്രമണ സംഭവം ഉണ്ടായത്. രാത്രിയോടെ ആയിരുന്നു സംഭവം. ഈ വിദ്യാർത്ഥി, അതായത് മറ്റേ ഗ്യാങ്ങിൽപ്പെട്ട വിദ്യാർത്ഥി ഈ എതിർ ഗ്യാങ്ങിൻ്റെ കയ്യിൽ പെട്ടുപോവുകയായിരുന്നു. തുടർന്ന് രാത്രിയോടുകൂടി ഒരു ഇരുനില ബിൽഡിങ്ങിന്റെ കോണിപ്പടിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. ഈ വലിയ മർദ്ദനമല്ല എങ്കിൽ പോലും വിദ്യാർത്ഥിയുടെ മുഖത്തും തലയ്ക്ക് പുറകിലും വയറും എല്ലാം മർദ്ദിക്കുന്നുണ്ട്. തുടർന്നാണ് ഈ പിതാവ് ഈ പോലീസിലും CWCയിലും അടക്കം പരാതി നൽകിയത്. തുടർന്ന് പനമരം പോലീസ് 5 വിദ്യാർത്ഥികളെ പ്രതികളാക്കിയിട്ട് റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറിയിട്ടുണ്ട്. ഇനി ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇതിൽ കൂടുതൽ നടപടികൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ ഒരു വലിയ മർദ്ദനമല്ലെങ്കിൽ പോലും ഈ താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കൂടുതൽ നടപടികൾ കർശനമാക്കുകയാണ് പോലീസ്. ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തെന്ന് പറയുമെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ 8-9ഓളം വിദ്യാർത്ഥികൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത് ബോധപൂർവം തന്നെയാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നും പറയുന്നുണ്ട്. കാരണം ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി, ക്യാമറ ഓണാക്കി വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ ഈ ഒരു വീഡിയോയിൽ നിർദ്ദേശം നൽകുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്ന് വ്യക്തമാണ്. എന്തായാലും ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്, 8, 9, 10-ാം ക്ലാസ് തുടങ്ങി ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ പേരുവിവരങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ കഴിയില്ല. എന്തായാലും ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടുണ്ട്. അതിൽ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് അവർ കടക്കും. ലക്ഷ്മി പത്മ. വയനാട് നിന്നും ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.